ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരാഴ്ചത്തെ വാല്യുവേഷൻ ക്യാമ്പ് കഴിഞ്ഞ് ഞാനൊന്ന് വീട്ടിലോട്ട് ഓടി വന്നതാണ്. അപ്പോഴാണ് ഇങ്ങനെ ഇവിടെ കുറേ പ്രോഡക്റ്റിൻ്റെ മേളങ്ങൾ കണ്ടത്. അപ്പോൾ എന്നാൽ ശരി, നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൽ ആദ്യത്തെ ഐറ്റം എടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോളം വാങ്ങിച്ച് കഴിക്കുന്ന ഒരു ശീലമുണ്ട്. അപ്പോൾ അതിൻ്റെ മണികൾ ഉതിർത്തിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് കുട്ടികൾക്ക് കൊടുക്കണമെങ്കിൽ. അപ്പോൾ അതിനുള്ളൊരു സംവിധാനമാണ് കേട്ടോ ഇത്. അപ്പോൾ ചോളമൊക്കെ വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം ആ ചോളത്തിൻ്റെ മുകളിലൂടെ നമ്മൾ താഴേക്ക് ഇറക്കുകയാണെന്ന് വെച്ചാൽ ആ മണികളൊക്കെ ഉതിർന്ന് കിട്ടും. എന്താ അല്ലേ എളുപ്പം. അത് കഴിഞ്ഞപ്പം അടുത്തൊരു സാധനമാണ് എടുത്തത്. നമ്മുടെ തെർമോമീറ്റർ ആണ് കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ നല്ലൊരു കാര്യം തന്നെയാണ്. നമുക്ക് പനി വരുന്ന സമയത്ത് 100 ഡിഗ്രിയിൽ മുകളിൽ പോകുന്നുണ്ടോ എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യാനൊക്കെ ഹെൽപ്പാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ് ഈ ഒരു സംഭവം കേട്ടോ. അപ്പോൾ അതിലൊരു സ്വിച്ചൊക്കെ ഉണ്ട്. ആ സ്വിച്ചൊക്കെ ഒന്ന് ഓൺ ആക്കുന്ന സമയത്ത് അതിൽ ആ മെഷർമെൻറ്റൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ ഒന്നില്ലെങ്കിൽ നമുക്ക് പനി വരുന്ന സമയത്ത് വായിലോ അല്ലെങ്കിൽ നമ്മളെ കക്ഷത്തിലോ ഒക്കെ വെച്ചിട്ടാണല്ലോ ടെമ്പറേച്ചർ നോക്കാറുള്ളത്. അപ്പോൾ അത് ഓണാക്കിയ സമയത്താണ് അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് കൂടി കാണുന്നുണ്ടോ എന്ന് ഞാൻ നോക്കിയതാണ് കേട്ടോ. അപ്പോൾ അത് ചെറിയ രീതിയിൽ മാത്രമാണ് അത് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം കാണുന്നത് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇതാണ് അത് അളക്കുന്നുള്ളതിൻ്റെ ഉപകരണം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത പ്രോഡക്റ്റ് എന്താണെന്നുള്ളത് നോക്കാം. അപ്പോഴാണ് ഇത് നോക്കിയപ്പോൾ മനസ്സിലായത് ഈ സംഭവം നല്ല അടിപൊളി സംഭവമാണ് കേട്ടോ. ഇതേപോലെ തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പല വെറൈറ്റികൾ ഉണ്ടാക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും, അതായത് കേക്കും അതേപോലെ തന്നെ ഷേക്കും ഒക്കെ ഉണ്ടാക്കുകയാണെന്ന് വെച്ചാൽ നമ്മൾ നട്ട്സൊക്കെ ഡ്രൈ നട്ട്സൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതിനുള്ളൊരു സംവിധാനമാണ് ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. അപ്പോൾ ആ നട്ട്സൊക്കെ അതിലേക്ക് ഇട്ടിട്ട് ഈ ഒരു സംഭവം നമ്മളൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് കറക്കി കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ബാക്കിലൂടെ അങ്ങനെ നന്നായിട്ട് നൈസായിട്ട് നമുക്ക് ചെയ്ത് കിട്ടും. അപ്പോൾ ഇനി എപ്പോഴെങ്കിലും വീട്ടിൽ പോകുമ്പോൾ നമ്മൾ ഷേക്കോ അല്ലെങ്കിൽ കേക്കോ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കിതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തത് കാണാനുള്ള ഒരു അവസരം ഉണ്ടെങ്കിൽ ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ അടുത്ത ഒരു ഐറ്റത്തിലേക്ക് വരികയാണ് കേട്ടോ. അടുത്ത ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, അത് നമ്മുടെ കൊണ്ടാട്ടത്തിനൊക്കെ പറ്റിയ സംഭവമാണെന്ന് ഞാൻ കണ്ടപ്പോഴേ മനസ്സിൽ വിചാരിച്ചു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറിയ രീതിയിൽ നമുക്ക് പാക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് അതിൻ്റെ വെയിറ്റൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുള്ളാണ് കേട്ടോ. 50 ഗ്രാം 100 ഗ്രാം 200 ഗ്രാമൊക്കെ നമുക്ക് ഇനി അളവ് തെറ്റിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇത്തരത്തിലൊരു കുഞ്ഞു മെഷീൻ ഉണ്ടെങ്കിൽ ഈ വക പരിപാടികൾ ചെയ്യുന്നവർക്ക് എന്തായാലും വളരെ എളുപ്പമായിരിക്കും എന്നുള്ളതാണ് മനസ്സിലായത്. അപ്പോൾ അതിൽ താഴെ ഇതേപോലെ തന്നെ അതിൻ്റെ മെഷർമെൻറ്റൊക്കെ കാണിക്കും. നമുക്ക് ആവശ്യമുള്ള സമയത്ത് അവിടെയാണ് കേട്ടോ ബാറ്ററി ഇടുന്നത്. ബാറ്ററിയിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഹാങ് ചെയ്ത് വെക്കണമെങ്കിലും സൗകര്യപ്രദമാണ്. കാരണം അതിൽ നമുക്ക് ഇങ്ങനെ ഒരു ഹോളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ തൂക്കി വെക്കാനും സൗകര്യമുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ചെറിയ ഗ്രാമൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ആ ഒരു മെഷീൻ എന്ന് പറയുന്നത്, വെയിങ് മെഷീൻ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ഐറ്റംസ് നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കൊണ്ടാട്ടത്തിനും കൊണ്ടാട്ടമുളകിനും ഒക്കെ ഹെൽപ്ഫുള്ളാണ്. ഞാൻ അപ്പോഴേ അതവളോട് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അടുത്ത ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ ആര്യക്കുട്ടിക്ക് വാങ്ങിയത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പാണ് കേട്ടോ. അവൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം തടിയൊക്കെ ഉള്ളതുകൊണ്ട് അവൾക്ക് ഇങ്ങനെ കുത്തുന്ന തരത്തിലുള്ള ഡ്രസ്സുകളൊന്നും ഇഷ്ടമല്ല. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഡ്രസ്സുകൾ മാത്രമേ അവൾ ഇടുള്ളൂ. അങ്ങനെയൊക്കെ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. പക്ഷെ നല്ല പറയാതെ വയ്യ കേട്ടോ. അടിപൊളി ടൈപ്പ് തുണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് സോഫ്റ്റായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. കാരണം അത് പിടിക്കുമ്പോൾ തന്നെ എന്തൊരു സോഫ്റ്റാണ് അറിയോ. അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമായി കേട്ടോ എന്തായാലും. അപ്പോൾ ഈ ഒരു ചൂടുള്ള ക്ലൈമറ്റിൽ നന്നായിട്ട് ഇടാൻ പറ്റിയൊരു തുണിത്തരം തന്നെയാണ്. അപ്പോൾ അതിലും ഞാൻ ഓക്കെ ആയിരുന്നു. ഇനി നമ്മൾ അടുത്തൊരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ അടുക്കളയിലേക്കൊക്കെ വളരെ ആവശ്യമുള്ളൊരു സംഭവമാണ്. കാരണം നമ്മൾ ഗ്യാസിലൊക്കെ ഓരോന്നൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് തിളച്ച് തൂവി പോവുകയോ അല്ലെങ്കിൽ എപ്പോഴും അതിൻ്റെ ചുറ്റുപുറം നമ്മളിങ്ങനെ വൃത്തിയാക്കി വെച്ചുകൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ അതിനായിട്ട് തുണിയൊക്കെ എടുക്കുന്നതിന് പകരം ഇത്തരത്തിലൊരു സാധനം വാങ്ങുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ വൃത്തിയായി തുടച്ചെടുക്കാനും വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും നന്നായി അബ്സോർബ് ചെയ്യാനും, അതേപോലെ തന്നെ നമുക്ക് ഇതിൽ ചളിയൊക്കെ ആയി കഴിഞ്ഞാൽ സോപ്പിട്ട് കഴുകേണ്ട ആവശ്യം പോലും വരുന്നില്ല. വെറുതെ ഒന്ന് വെള്ളത്തിലൊന്ന് ഇങ്ങനെ ആക്കിയെടുത്താൽ തന്നെ ക്ലീൻ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതാണ് ആ ഒരു സംഭവം എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, അതെല്ലാ സംഭവവും നമ്മുടെ അടുക്കളയ്ക്കും കൂടി വേണ്ടതായിട്ടുള്ളതാണ് കേട്ടോ. നമുക്ക് വല്ലതും ആവി കയറ്റുന്ന പരിപാടികളുണ്ടെങ്കിൽ ആവിയിൽ പുഴുങ്ങിയെടുക്കാനും വേവിച്ചെടുക്കാനും ഒക്കെ വേണ്ടിയിട്ട് നല്ല ഒരു വെറൈറ്റി പാത്രം കേട്ടോ. അതിൻ്റെ ഒന്നും പേര് ചോദിക്കരുത്, വില ചോദിക്കരുത്. കാരണം വിലയൊന്നും വലിയ വിലയില്ല, അതൊക്കെ ചെറിയ വില തന്നെ ഉള്ളൂ. പക്ഷേ അടിപൊളി സംഭവമാണ്. കാരണം നമുക്ക് എന്തെങ്കിലും ഒരു ഐറ്റം നമുക്കൊന്ന്
ചൂടാക്കി എടുക്കാൻ, ആവി കയറ്റിയെടുക്കാനൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വലിപ്പം കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ സാധിക്കും. നിങ്ങൾക്ക് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഇതിപ്പോൾ വളരെ കുഞ്ഞിതായിട്ടാണ്, താഴെ ഒരു 4 കാല് സ്റ്റാൻഡൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഏതിലാണോ പാത്രം വെക്കുന്നത് വെച്ചാൽ അതിലേക്ക് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മോൾഭാഗം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വലിപ്പാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ മാക്സിമം ഇത് ഇത്ര വരെയുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് ആവിയിൽ പുഴുങ്ങിയെടുക്കാവുന്നതാണ്. ഇതാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. എന്തായാലും നല്ല അടിച്ചുപൊളി സംഭവമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ട് നോക്കിയാലോ. ഇഷ്ടം പോലെ പെട്ടി പൊട്ടിക്കാണ്ട് ഗൾഫുകാർ വന്നൊരു പ്രതീതിയായിരുന്നു എനിക്ക് വീട്ടിൽ പോയ സമയത്തുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതിൽ നോക്കുമ്പോൾ യഥാർത്ഥത്തിലുള്ള വെയിറ്റ് ഇളക്കുന്ന മെഷീൻ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും കാണാൻ നല്ല രസമുണ്ട്. അപ്പം ഞാനതൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് എടുത്തെടുത്ത് നോക്കുന്ന സമയത്താണ് അതിൻ്റെ ഡിസൈനൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമായിപ്പോയി. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇടയ്ക്ക് നമുക്ക് തടിയൊക്കെ ഒന്ന് കുറയ്ക്കണം തോന്നുമ്പോൾ അല്ലെങ്കിൽ കൂട്ടണം തോന്നുമ്പോൾ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യാൻ കൂടി എളുപ്പമാണല്ലോ. അതേപോലെ തന്നെ അവൾക്കായതുകൊണ്ട് ഗൾഫിലേക്ക് സാധനങ്ങൾ കൊടുത്തയക്കുമ്പോഴൊക്കെ വെയിറ്റൊക്കെ നോക്കാനും ഒക്കെ ഹെൽപ്പാണ്. അപ്പോൾ അതുകൊണ്ട് വാങ്ങിയതാണ് എന്തായാലും 2 തരത്തിലുള്ള മെഷീൻസും. അപ്പോൾ ഞാൻ എൻ്റെ കൈയൊക്കെ ഒന്ന് വെച്ചിട്ട് പ്രസ് ചെയ്ത് നോക്കിയതാട്ടോ എങ്ങനെയാണ് അത് കാണുന്നുണ്ടോ എന്നുള്ളതൊക്കെ. അപ്പോൾ താഴെ അതും ബാറ്ററിയിലാണ് തോന്നുന്നു. കാരണം ബാക്കിലൊരു ബട്ടണാണ്. ആ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കയറി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ആ മെഷർമെൻറ്റ് കറക്റ്റായിട്ട് അതിൽ കിട്ടും. ഇനി അടുത്ത ഐറ്റം എന്ന് പറയുന്നത് അടുക്കളയിലേക്ക് വേണ്ട വളരെ ഉപയോഗപ്രദമായിട്ടൊരു ഐറ്റം തന്നെയാണ്. കാണുമ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച ചവിട്ടിയാണെന്നാണ് വിചാരിച്ചത്. നോക്കുമ്പോൾ അതല്ല. കാരണം പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് സ്റ്റാൻഡിൽ വെക്കുന്നതിന് പകരം ഞാനിവിടെ ഒരു വട്ടയിലൊക്കെ ആക്കിയിട്ട് വെക്കാറുണ്ട്. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് ആ ഭാഗത്ത് ടോപ്പിലൊക്കെ നമുക്ക് വിരിച്ച് വയ്ക്കാം. കാരണം പാത്രം കഴുകി ഇതിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാലും വെള്ളം നന്നായിട്ട് അബ്സോർബ് ചെയ്ത് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളത്തിൻ്റെ പ്രശ്നമേ അടുക്കളയിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ്. നല്ലൊരു അടിപൊളി സംഭവമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പം അടുത്ത ബോക്സ് ഞാൻ എടുത്ത് നോക്കി. ഏകദേശം ഒരു ഹൗസ് വാമിങ് കഴിഞ്ഞൊരു പ്രതീതിയോ അതല്ലെങ്കിൽ ഒരു കല്യാണ വീടിൻ്റെ പ്രതീതിയൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് സാധനങ്ങളുണ്ടായിരുന്നു. ഇത് നോക്കുമ്പോൾ ഒരു കൊച്ചു ഫാനാട്ടോ, കൊള്ളാം, അടിപൊളി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കറണ്ട് പോയ സമയത്ത് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇൻവെർട്ടറൊക്കെ ഇല്ലാത്ത വീടുകളൊക്കെയാണെന്ന് വെച്ചാൽ ശരിക്കും വളരെ ഹെൽപ്പാണ്. ഞാൻ ആദ്യം അതിൻ്റെ ആ ഒന്നാമത്തെ ബട്ടൺ, 2 ബട്ടണാണ് ഉള്ളത്, ഒരു ബട്ടൺ ഒന്ന് അമർത്തി നോക്കിയപ്പോഴാണ് മൂപ്പര് കറങ്ങാൻ തുടങ്ങി. അത്യാവശ്യം നല്ല കാറ്റും കിട്ടിയിട്ടോ. അപ്പോഴാണ് അറിഞ്ഞത് അതേ ബട്ടൺ ഒന്നുകൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സെക്കൻഡ് ലെവലിലേക്ക് പോവാന്ന്. അപ്പോൾ ഒന്നുകൂടി സ്പീഡിൽ നമുക്ക് കാറ്റ് കിട്ടാൻ തുടങ്ങി. വീണ്ടും ഒന്നുകൂടി ഞാൻ ഞെക്കി നോക്കിയതാണ്. അപ്പോഴാണ് അതിഗംഭീരമായിട്ട് 3ാമത്തെ ലെവലിൽ എത്തി. നമ്മുടെ 2 ബട്ടണാണ് ആകെ ഉള്ളത്. ആ ഒരു ബട്ടണിൽ തന്നെയാണ് ഇതിൻ്റെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനൊക്കെ ഉള്ളത്. അടുത്ത ബട്ടൺ ലൈറ്റിന് വേണ്ടിയിട്ടാട്ടോ. ലൈറ്റ് ഇട്ട് കളിച്ചപ്പോഴാണ് പറഞ്ഞത് 2 തരത്തിലുള്ള ലൈറ്റാണ്. ഒന്ന് നമുക്ക് നല്ല പ്രകാശം വേണമെങ്കിൽ അങ്ങനെയും, അതല്ലെങ്കിൽ ഒന്ന് ഡിമ്മായിട്ടുള്ള പ്രകാശം മതി വെച്ചാൽ അതിനും എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും സംഗതി കൊള്ളാട്ടോ, സൂപ്പറായിട്ടുണ്ട്. ഒരു ലൈറ്റ് പോകുന്നൊരു സമയത്തൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ്. പിന്നെ ചാർജ് ചെയ്യാനുള്ള വയറും കാര്യങ്ങളും ഒക്കെ അതിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഒരു 8 മണിക്കൂറോളം ചാർജ് ചെയ്ത് കഴിഞ്ഞാലൊക്കെ ധാരാളം അത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അറിയാൻ കഴിഞ്ഞത്. വലിയ വിലയൊന്നും ഇല്ല സംഭവം. പിന്നെ അത് ഇടയ്ക്ക് വേണമെങ്കിൽ നമുക്ക് മൂവ് ചെയ്യാനൊക്കെ പറ്റും, അങ്ങോട്ടേക്ക് തിരിച്ച് വെക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പോഴാണ് നമ്മുടെ അടുത്ത ഐറ്റം. ഞാൻ നോക്കി ക്ഷീണിച്ചു ഗൈസ്. അപ്പോൾ ഇത് നോക്കുമ്പോഴാണ് നമ്മുടെ കുഞ്ഞി ജാറുകളൊക്കെയാണ് കേട്ടോ. കാരണം പണ്ട് എപ്പോഴും നമ്മുടെ അടുക്കളയിലൊക്കെ ഉണ്ടാവുന്നത് കുപ്പികളായിരുന്നു. അച്ചാർ വാങ്ങുമ്പോഴും അല്ലെങ്കിൽ അങ്ങനെ പല പല കാര്യങ്ങൾ അച്ചാർ ഇട്ട് വെക്കാനും ഒക്കെ കുപ്പികളായിരുന്നു. ഇപ്പോൾ ആണ് നമ്മളിങ്ങനത്തെ പലതരത്തിലുള്ള പാത്രങ്ങളൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ എൻ്റെ അമ്മയുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് അവളൊരു 6 ചെറിയ ജാറുകളൊന്ന് വാങ്ങിയത്. ഏകദേശം 400 ഗ്രാം വരെ ഇതിൽ കൊള്ളുന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം. കുറച്ചും കൂടി അതിൻ്റെ വലിയ കുട്ടപ്പന്മാരെ നമുക്കൊന്ന് എടുത്തു നോക്കാം കേട്ടോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 1 കിലോ വരെ സാധനങ്ങളൊക്കെ കൊള്ളുന്ന അതേപോലെ തന്നെ കുപ്പിയുടെ ജാറ് തന്നെയാണ് കേട്ടോ. അപ്പോൾ കുറച്ചധികം സാധനങ്ങളൊക്കെ നമുക്ക് എടുത്ത് വെക്കണമെങ്കിൽ നല്ല യൂസ്ഫുള്ളാണ്. പണ്ടൊക്കെ ഹോർലിക്സിൻ്റെയോ അല്ലെങ്കിൽ ബൂസ്റ്റിൻ്റെ പിന്നെ ഇതുപോലെ കോംപ്ലാൻ അങ്ങനെയൊക്കെയുള്ള സമയത്താണ് ഇങ്ങനത്തെയൊക്കെ കുപ്പികൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊന്നും ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കുപ്പികളൊക്കെ അന്യം നിന്ന് പോയി. അപ്പോൾ ആ ഒരു കുറവ് നികത്തി കളയാമെന്ന് വിചാരിച്ചിട്ടാണ് അതും ഒരു 6 ജോഡി അങ്ങോട്ട് വാങ്ങി. ഒരു കുറവും വേണ്ടല്ലോ എന്ന് വെച്ചാൽ 6 സെറ്റാണ് നമുക്ക് 6 എണ്ണമാണ് കിട്ടിയത് കേട്ടോ. 6 ജോഡിയല്ല, 6 എണ്ണമാണ് അതിലുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു അതിൻ്റെ വിശേഷം എന്ന് പറയുന്നത്.
അപ്പം അങ്ങനെ എല്ലാ സംഭവങ്ങളും പിന്നെ എന്തൊക്കെയോ വാങ്ങിയിരുന്നു, കുറേ എന്തൊക്കെയോ തിരിച്ചയച്ചു എന്നൊക്കെ പറഞ്ഞു. എന്തായാലും ഞാൻ വന്ന സമയം നല്ല സമയമാണ്. ഇനി ഒരു ഐറ്റം കൂടി കാണാനുണ്ടെന്ന് പറഞ്ഞു. ഇത് നമ്മൾ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കവറൊക്കെ നമുക്ക് നന്നായിട്ട് സീൽ ചെയ്യണ്ടേ, അതിനുള്ള സീലറാണ് കേട്ടോ ഈ സംഭവം. അതിനും ഒരു ബട്ടണൊക്കെ പിടിച്ച് ഞെക്കി അപ്പോൾ ഒരു നീല ലൈറ്റൊക്കെ കത്തുന്നത് കണ്ടു. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് അത് സീൽ ചെയ്യാനുള്ള ആ ഒരു കവറിൽ വെച്ച് വെറുതെ 1-2 ബട്ടൺ ഉണ്ടായില്ല, അതിലൊരു ബട്ടണിൽ നമ്മൾ സീൽ ചെയ്ത് മുറിക്കാനുള്ളതും പിന്നെ ഒന്ന് സീൽ ചെയ്യാനുള്ളതൊരു കാര്യമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയുന്നത്. എന്തായാലും നല്ല അടിപൊളി വലിയൊരു മെഗാ പർച്ചേസ് കഴിഞ്ഞ് വന്നിരിക്കുന്നൊരു പ്രതീതിയായിരുന്നു എനിക്ക്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അച്ഛൻ ഒരു സ്റ്റാർ ഫ്രൂട്ടാണെന്ന് പറഞ്ഞിട്ടൊരു സംഭവം കൊണ്ടുവന്ന് തന്നു. എന്തായാലും ഫ്രൂട്ടല്ലേ, ഞാൻ ഒന്ന് കഴിച്ച് കളയാൻ വിചാരിച്ചു. സംഭവം കൊള്ളാട്ടോ, കുഴപ്പമില്ല. ഏകദേശം നമ്മുടെ ചാമ്പയ്ക്കയുടെയൊക്കെ ഒരു ഫീലിംഗാണ് എനിക്ക് തോന്നിയത്. വല്ലാതെ മധുരം എന്ന് പറയാനില്ല, പക്ഷേ ഭയങ്കര വാട്ടർ കണ്ടൻ്റ് ആയിരുന്നു. നല്ല വെള്ളമുള്ള അടിപൊളി ജ്യൂസായിട്ട് അല്ലെങ്കിൽ വെള്ളത്തിന് പകരമൊക്കെ നമുക്ക് നന്നായിട്ട് കഴിക്കാൻ പറ്റുന്നൊരു സംഭവം തന്നെയാണ്. ചെറിയ മധുരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഞാൻ ആദ്യമായിട്ട് കഴിക്കാൻ കേട്ടോ, എനിക്കിഷ്ടമായി, കുഴപ്പമൊന്നുമില്ല. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്റ്റാർ ഫ്രൂട്ടും അങ്ങനെ കഴിക്കാൻ പറ്റി. അപ്പോൾ ഇതാണ് സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറഞ്ഞു അച്ഛൻ കൊണ്ടുവന്നിട്ട്. കുറേ അവർക്ക് കിട്ടിയതാണ്. അപ്പോൾ ആ ഒരു പ്ലേറ്റോട് കൂടി തന്നെ അച്ഛൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് കാണിച്ചു തരികയാണ് ചെയ്തത്. എന്തായാലും കാണാൻ നല്ല ലുക്കായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് അടുത്ത ഐറ്റം കൂടി കാണിച്ചു തന്നത്. കുറേ സപ്പോട്ടകളായിരുന്നു. അടിപൊളി, നല്ല മണം, യാതൊരു മരുന്നുമില്ലാതെ തന്നെ നല്ല അടിപൊളിയായിട്ട് വീട്ടിൽ നിന്ന്, എൻ്റെ വീട്ടിലല്ല വേറെ ആരുടെയോ വീട്ടിൽ നിന്ന് കിട്ടിയ സംഭവമാണ്. ആരുടെയോ വീട്ടിൽ പറഞ്ഞാൽ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ, വേറൊന്നുമല്ല. അപ്പം നല്ല അടിപൊളി സപ്പോട്ടയും നല്ല മധുരമുള്ള സപ്പോട്ടയായിരുന്നു. അപ്പം വെറുതെ ആയില്ലേ ഇപ്രാവശ്യത്തെ വരവെന്ന് പറയുന്നത്. അപ്പോഴാണ് അച്ഛൻ പറഞ്ഞത് തൊടിയിൽ ധാരാളം കാന്താരി മുളക് ഉണ്ടായിട്ടുണ്ട്, എന്നാൽ അതുകൂടി നീ പൊടിച്ച് കൊണ്ടുപോയിക്കോ എന്ന്. അപ്പോൾ അത് കേട്ട വഴി തന്നെ ഞാൻ ഓടി വന്ന് മുളക് പൊറിക്കൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി കാന്താരിയാണ്. കാരണം നമ്മുടെ വീട്ടിലുണ്ടാക്കുമ്പോൾ നമുക്കറിയാലോ യാതൊരു തരത്തിലുള്ള രാസവളങ്ങളൊന്നും ഉപയോഗിക്കാതെ തനി ഓർഗാനിക് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് അതിൽ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും അത്യാവശ്യം നല്ല എരിവുള്ളൊരു മുളകാണ്. അപ്പോൾ അതുകൊണ്ട് വീണ്ടും നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ, കൊണ്ടാട്ടം മുളകൊക്കെ ഉണ്ടാക്കിയതുപോലെ. അപ്പോൾ ഇത് ഇത്രയും നമുക്ക് ഒന്നിച്ചിട്ട് ചമ്മന്തി ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ വേറുള്ള കറികളിട്ടൊന്നും കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇതും കൂടി എന്താണ് കുറച്ചൊന്ന് മോരിൽ ഉണക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യ സമയത്ത് ഒരു കടി കടിച്ചിട്ട് ഇതുകൊണ്ട് സംതൃപ്തി അടയാം. അപ്പോൾ എന്തായാലും ഇതെല്ലാം പൊട്ടിച്ചു കഴിഞ്ഞു. ഇത്രയ്ക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഗായ്സ്. അപ്പം നമുക്ക് എന്തായാലും ഇത് കൊണ്ടുപോയിട്ട് നല്ല അടിപൊളി, നല്ല എരിവുണ്ട് അത്യാവശ്യം. അപ്പം ഞാൻ അങ്ങനെ ഒറ്റപ്പാലത്തിൽ തിരിച്ചു പോവുകയാണ്. ഈ പ്രാവശ്യത്തെ വരവ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെറുതെ ആയില്ല. വെറും കൈയോടെ വന്ന ഞാൻ ബാഗ് നിറച്ച സാധനങ്ങളായിട്ടാണ് തിരിച്ചു പോണത്. അപ്പോൾ അമ്മയും അച്ഛനും ഒക്കെ കുറേ മാങ്ങ അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാങ്ങയും സപ്പോട്ടയും നമ്മുടെ മുളകും അതേപോലെ തന്നെ പിന്നെന്താ നമ്മുടെ ഒരു 4-5 സ്റ്റാർ ഫ്രൂട്ടുകളും വെച്ചോ എന്ന് പറഞ്ഞു. അതും ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. ഇനി അത് കഴിഞ്ഞപ്പോൾ അമ്മ കുറച്ച് കേസരി ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ കവറിൽ മതി എന്ന് പറഞ്ഞാൽ കവറിലും ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ചെറുപഴം കൂടി കിട്ടി. സമ്പൂർണ്ണമായിട്ടുണ്ട്. എന്തായാലും പ്രാവശ്യത്തെ വരവ് അടിപൊളിയായി. അപ്പം ഇനി നമുക്ക് പോവുകയാണ്, തിരിച്ചുള്ള പോക്കാണ് കേട്ടോ. അപ്പം ഞാനും അപ്പവും കൂടി തിരിച്ച് പോവുകയാണ്. ഒരാഴ്ച വാല്യുവേഷൻ ക്യാമ്പായിരുന്നു. ഇവിടെ ആരും നോക്കാനുണ്ടായിരുന്നില്ല അവനെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് കൊണ്ടാക്കിയതായിരുന്നു. അപ്പോൾ എൻ്റെ ക്യാമ്പൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോൾ അവനെയും കൂട്ടിയിട്ട് ഞാൻ തിരിച്ച് പോവുകയാണ്. ഇനി അടുത്ത ആഴ്ച വീണ്ടും അവനെ കൊണ്ടാക്കും, അടുത്ത ക്യാമ്പ് തുടങ്ങുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇന്ന് പുതിയ കണ്ടൻ്റ് ഒന്നും ഇടാൻ പറ്റിയില്ല. ഇന്ന് ഇമാതിരി തിരക്കുകളിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരോടും യാത്ര പറഞ്ഞ് മനസ്സും വയറും നിറച്ച് അങ്ങനെ ഞാനും അപ്പും കൂടി തിരിച്ചു പോവുകയാണ്. അപ്പോൾ വീഡിയോസ് എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്